അതായത് രാഹുൽ, ഈ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട ദേവസ്വം നിയമത്തിന്റെ ലംഘനം ഉണ്ടായി എന്നാണ് ഈ 2012 ഉത്തരവ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അന്നത്തെ ബോർഡ് അംഗമായ അജയ് തറയിൽ പക്ഷേ പറയുന്നത് ഈ തന്ത്രി പറ്റിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ വാജി വാഹനം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി എന്നാണ്. അതായത് മറ്റൊരർത്ഥത്തിൽ ഈ കേസിലും തന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സിയാണ്. അതായത് 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ ശബരിമലയിലെ വാതിൽപ്പാളികളിലും ശബരിമലയിലെ സ്വർണം പതിച്ച ചെമ്പ് പാളികളിലുമുള്ള വിവാദം മറയ്ക്കാനായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം ആദ്യമേ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. എന്തെങ്കിലും ആത്മാർത്ഥതയോടാണോ നമ്മളിതൊക്കെ സംസാരിക്കുന്നതെന്ന് നോക്കണം. അധികാരം ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊടുക്കാം. അത് CPM-നും കോൺഗ്രസിനും BJP-ക്കും കൊടുക്കാം. സംസ്ഥാനത്തിന്റെ പോലീസിന് മേൽ അധികാരമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിട്ട് ആരെയും അറസ്റ്റ് ചെയ്യാൻ ഒരു നാട്ടിലെ ഒരു ഭരണകൂടത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും നീതിയുണ്ടോ? ഇനിയും തന്ത്രിയെ കൊടുക്കുന്നതിന്റെ കാരണം എന്താ? ഫോക്കസ് മാറ്റണം. നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതി 9 ഇടക്കാല വിധിന്യായങ്ങളിൽപ്പെട്ട് എന്തൊക്കെ അന്വേഷിക്കണം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറി 2019 പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്ന് വരുത്തി തീർത്ത് ബാക്കി കാര്യങ്ങളിലേക്ക് പോയി തന്ത്രിയെ വേറെ കുറെ കോൺഗ്രസ് അംഗങ്ങളെയും കൂടെ ജയിലിലിട്ട് ബാലൻസ് ചെയ്ത് അവസാനം CPM-ന്റെ നേർക്ക് മാത്രമല്ല എല്ലാവരുടെ നേർക്കും ചോദ്യമുണ്ട്, എല്ലാവരും കള്ളന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമല്ലേ? എന്ത് കള്ളമാണ് പറയുന്നത്? നമുക്കൊരു മനസാക്ഷിയില്ലേ? ശബരിമല തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു, റെയ്ഡ്, ബ്രേക്കിംഗ് ന്യൂസ്. ഇതൊരു പബ്ലിക് പരിപാടി വെച്ച് പൊതു പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്തതല്ലേ? എന്തിനാണ് അത് കണ്ടെത്തി എന്നൊക്കെ പറയുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെന്ന് ഈ വിവാദം ഉണ്ടായ സമയത്ത് ചില തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾ ഇത് പറഞ്ഞപ്പോൾ തന്ത്രി അന്നേ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പൊക്കോളൂ എന്ന്. അവര് പ്രചരിപ്പിച്ച കഥ എന്താ അറിയാമോ? അത് പ്രത്യേകിച്ച് ഗോപൻ സാറിനെ പോലെ യുക്തിചിന്തയൊക്കെ ഉള്ളവർ മനസ്സിലാക്കണം. 500 കോടി രൂപ വില വരുന്ന ഇറീഡിയമാണ് ഇതിലുള്ളത്. തന്ത്രി വലിയ രീതിയിൽ 500 കോടി അടിച്ചു മാറ്റാൻ വേണ്ടി എടുത്തോണ്ട് പോയതാണ്. നമ്മുടെ പല അമ്പലങ്ങളുടെയും താഴികക്കുടങ്ങളടക്കം പല ആൾക്കാരും അടിച്ചു മാറ്റുന്നത് ഈ വെള്ളിമൂങ്ങ മോഡലിലുള്ള ഇറീഡിയത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഇറീഡിയം, റൈസ് പുള്ളർ, വെള്ളിമൂങ്ങ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടിച്ചു മാറ്റുന്നത്. അപ്പൊ തന്ത്രി പറഞ്ഞു നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്ന്. അപ്പം ദേവസ്വം ബോർഡ് അപ്പോൾ എടുത്തില്ല. തന്ത്രി അപ്പം തന്നെ ഇത് പറയുകയും ചെയ്തു. എത്ര പൊതുവായ പരിപാടിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷങ്ങളോടെ തന്ത്രിക്ക് കൊടുത്തയച്ചാണ്. തന്ത്രിക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? പണ്ടിരുന്ന സാധനം തന്നെയല്ലേ ഇത് വന്നിരിക്കുന്നത്. ഏത് രീതിയിൽ തന്ത്രിക്ക് ഇത് ഗുണം ഉണ്ടാവുമെന്നാ പറയുന്നത്? ഇനി ഒരു കാര്യം കൂടെ ഏറ്റവും പ്രധാനം. ഒറ്റ സെക്കൻഡ് രാഹുൽ, ശരി പറയൂ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതായത് നേരത്തെ അദ്ദേഹം നമ്മുടെ തന്ത്ര സമുച്ചയത്തിലെ കാര്യം പറഞ്ഞു. ബിംബം മാത്രമല്ല സാർ, ബിംബവും ദേവചൈതന്യം നിൽക്കുന്ന കാര്യങ്ങളും. അങ്ങനെ ബിംബവും ദേവചൈതന്യങ്ങളും നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് 3 തരമുണ്ട്. അത് മരം കൊണ്ടുള്ളതുണ്ട്, ശില കൊണ്ടുള്ളതുണ്ട്, ലോഹം കൊണ്ടുള്ളതുണ്ട്. ആ ലോഹം കൊണ്ടുള്ളത് ഫുള്ള് ഉരുക്കി ഒരാളുടെ കൈ കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ. അവിടെയാണ് പ്രായോഗികതയുടെ പേരിൽ ആ ചൂട് തട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് സംസ്കരിക്കാൻ കൃത്യമായി കുഴിച്ചിടണമെന്നൊക്കെ നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിലും ഉണ്ട്. അത് സിംബോളിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം സിംബോളിക്കായി ചെയ്യുന്ന കാര്യങ്ങളെ ക്രിമിനൽ കുറ്റമായി ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പഴയ പ്രസിഡന്റിനെ അടക്കം അല്ലെങ്കിൽ അജയ് തറയിൽ സാറിനെ ഇതിൽ കൊടുക്കാൻ നോക്കുകയാണ്. ഇനി തന്ത്രിയല്ലേ ആചാര കാര്യങ്ങളിലെ അവസാന വാക്ക്? അതൊരു വെൽ സെറ്റിൽഡ് പൊസിഷനാണ്. സുപ്രീം കോടതിയിലടക്കം വെൽ സെറ്റിൽഡ് പൊസിഷനാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എടുത്ത നിലപാടിനേക്കാൾ ശക്തമായ നിലപാട് ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവർ എടുക്കുകയും വിശ്വാസികൾ അദ്ദേഹത്തോടെ നിന്ന് പോരാടി, NSS അടക്കമുള്ളവർ പോരാടി ഞങ്ങൾ വിജയിക്കുകയും ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡും അദ്ദേഹത്തോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇത് കൊടുത്തുവിടുകയല്ലേ? തന്ത്രിക്ക് ഇതിന് എന്താ ലാഭം? ഒറ്റ ഒരു കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദയവായി ശ്രദ്ധിക്കുക. തന്ത്രി അടക്കം ഇവർക്കാർക്കും 1 രൂപയുടെ മെറ്റീരിയൽ ലാഭം ഉണ്ടായി എന്ന് SIT പോലും ഇതുവരെ പറയുന്നില്ല. തന്ത്രി അടക്കമുള്ളവർക്കെതിരെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നില്ല. ഞാൻ CPM കാരനല്ല, പക്ഷേ പത്മകുമാർ സാറും വാസു സാറും അടക്കമുള്ളവരും ഈ പ്രൊസീജിയറൽ ലാപ്സിന് വേണ്ടിയാണ് ഇത്രയും കാലമായി കിടക്കുന്നത്. എൻ്റെ താഴ്മയേറിയ അഭ്യർത്ഥന, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് കോംപ്രിഹെൻസീവായി റിവ്യൂ ചെയ്യണം. ഇതുമായിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ രാഹുൽ ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ 2019 ഈ വാതിൽപ്പടിയിലെ സ്വർണം പൂശിയ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പരിശോധനകൾ അത് ആണ് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ അതിനോട് അഗ്രി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ തട്ടിപ്പിലും തന്ത്രിക്ക് ബന്ധമുണ്ട് എന്നല്ലേ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്? അതായത് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണം ചെമ്പാക്കിയ ആ വ്യാജ മഹാസറിൽ തന്ത്രി ഒപ്പിട്ടിരിക്കുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്, അതിലെ പങ്കാളിയായി തന്ത്രി നിന്നിരുന്നു എന്നതല്ലേ SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്?
അപ്പോൾ വാതിൽപ്പാളികൾ എന്താ അറിയാവോ? അല്ല ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഇനി 1971 നിർമ്മിച്ച കൊടിമരം 2017 മാറ്റി സ്ഥാപിച്ചതിന്റെ ഔചിത്യം എന്താണ്, അതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നതിലേക്ക് അന്വേഷണം കടക്കുകയാണല്ലോ. കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അത് കോൺക്രീറ്റ് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ചിതലരിച്ചു എന്നത് ഒരു കള്ളമാണ് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാജി വാഹനത്തെയും അഷ്ടദിക്പാലകരെയും ഒക്കെ ലക്ഷ്യം വെച്ച് നടന്നിട്ടുള്ള നീക്കമാണോ ഇത് എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കുകയാണ് ഈ വലിയ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ. ഇനി തന്ത്രിയുടെ പങ്ക് എന്താണെന്നാണ് താങ്കൾ ചോദിക്കുന്നതെങ്കിൽ, തന്ത്രിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന വാജി വാഹനം ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തെളിഞ്ഞിട്ടില്ല. അഷ്ടദിക്പാലകന്മാരുടെ കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. എവിടെ പോയി ഇതൊക്കെ എന്ന ചോദ്യം പ്രസക്തമല്ലേ? അപ്പോൾ തന്ത്രിയെ വ്യാജമായ ആരോപണങ്ങളിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത് രാഹുൽ? ശരി, ഗോപീഷൻ തിരിച്ചു ചോദിച്ചോട്ടെ. ഈ വാജി വാഹനം ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ തന്ത്രിയേക്ക് ജാമ്യം കൊടുത്ത് വെറുതെ വിടൂ? അല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ അത് ഒറിജിനൽ ആണെന്ന് തെളിയുമ്പോഴും പ്രശ്നം എന്താണ്? ദേവസ്വം ബോർഡിലെ രേഖകളിൽ പറയുന്ന അതിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരി, മറുപടി പറഞ്ഞോട്ടെ. അത് ദേവസ്വം ബോർഡല്ലേ എൻഫോഴ്സ് ചെയ്യേണ്ടത്? തന്ത്രി എന്ത് ചെയ്യാനാണ്? അതായത് തന്ത്രിമാർ യഥാർത്ഥത്തിൽ അനുവർത്തിക്കുന്നത് ആഗമങ്ങളാണ്. വേണമെങ്കിൽ തന്ത്രശാസ്ത്രം, കുഴിക്കാട്ട് വെച്ച അടക്കമുള്ള ആത്മീയ ഗ്രന്ഥങ്ങളും കുറച്ചുകൂടെ പറഞ്ഞാൽ ശൈവാഗമങ്ങളും പൂജാരീതികളുമാണ്. തന്ത്രിയെ അടക്കം ദേവസ്വം ബോർഡ് അവിടെ വിളിക്കുകയും ദേവസ്വം മാനുവൽ പ്രകാരം വർക്ക് ചെയ്യേണ്ട ദേവസ്വം ബോർഡ് അത് വർക്ക് ചെയ്യില്ലെങ്കിൽ തന്ത്രിയുടെ കുറ്റമാണോ? തന്ത്രിക്ക് ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ട്, അത് പറയാതെ പറ്റില്ല. 2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കാണാൻ തന്ത്രിക്കായില്ല. തന്ത്രിക്ക് അങ്ങനെ ഒരു ദിവ്യ ദൃഷ്ടി ഇല്ലായിരുന്നു, ത്രികാലജ്ഞാനം ഇല്ലായിരുന്നു എന്നുള്ളത് തന്ത്രിയുടെ ഭാഗത്ത് ഒരു വീഴ്ച തന്നെയാണ്. അതായത് 2020 മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം ആരുടെ ഭാഗത്തുനിന്ന്? എന്തോ കൊടിമരം മാറ്റി സ്ഥാപിക്കണം എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്? ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ വന്നതല്ലേ? ഇതിനെ കേട്ടാൽ തോന്നും തന്ത്രി അവിടെ നിന്ന് എന്തോ കോൺസ്പിറസി ഉണ്ടാക്കിയാണെന്ന്. ഇനി ഇത് കഴിയുമ്പോഴേ സാധാരണ ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. ഒരു രൂപ പോലും തന്ത്രി അടക്കമുള്ള വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. ഒരു പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും ദേവസ്വം ബോർഡിന്റെ കാര്യം, എനിക്കറിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ അടക്കം ഇവിടെ കൊടുക്കുന്നതിന്റെ കാരണം CPM-ന് അവരുടെ ഗൃഹസമ്പർക്ക പരിപാടികളടക്കം പോകുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും മറ്റും നേരിടും. അപ്പൊ ഞങ്ങളൊന്നുമല്ല, ഇത് തന്ത്രി കുടുക്കിയതാണ്, തന്ത്രിയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് പറയാൻ ഒരു ബലിയാട് വേണം, ഒരു സ്കെയർ ക്രോ വേണം. അതിന് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ കൊടുക്കുന്നത് ശരിയാണോ ആലോചിക്കണം. പെട്ടെന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. രണ്ടാമത്തെ കേസിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തത്? തന്ത്രി മഹസൂരി ഒപ്പിട്ടിരിക്കുന്നു. ആദ്യത്തെ കേസിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തത്? ദേവന്റെ അനുമതി മേടിച്ചില്ല, മൗനാനുവാദം കൊടുത്തു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യും. കാര്യം തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാം എന്ന് മിനിമം ലോജിക് ഉപയോഗിച്ചാൽ ആർക്കും അറിയാം. ഗോപീഷ്ണൻ ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ വിചാരിച്ചു. അതിനുശേഷം ഇത്രയും ദുർബലമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് ആയിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇത്രയും ദുർബലമായ ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഒന്ന്, വാജി വാഹനം ഒറിജിനൽ ആണോ അല്ലയോ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഈ എടുത്തുകൊണ്ട് പോയ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ അത് ഒറിജിനൽ എവിടെ പോയി എന്ന കാര്യത്തിൽ ഉത്തരം കിട്ടിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് തന്ത്രിക്ക് അറിയാമല്ലോ ശബരിമലയിലുള്ള ഒരു സാധനവും അവിടുന്ന് താഴേക്ക് കൊണ്ടുപോകരുതെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? അത് ദേവസ്വം മാനുവല്ലേ? തന്ത്രിക്ക് അറിയുമോ അറിയില്ലേ? അദ്ദേഹത്തിന് അറിയിക്കാമല്ലോ. ഇത് ദേവന്റെ ചൈതന്യം വീണ് കിടക്കുന്ന ഇവിടെ നിന്നുള്ള ഒരു മുട്ടുസൂചി പോലും. രാഹുൽ, നമ്മൾ അതിൽ വലിയ ശബ്ദമുണ്ടാക്കി തർക്കത്തിന്റെ കാര്യമില്ല. ഞാനും പറയാം, താങ്കളും പറയാം, രണ്ടും പ്രേക്ഷകർ കേൾക്കട്ടെ. അതായത് ഞാൻ ചോദിക്കുന്നത്, ശബരിമലയിൽ ഒരു മുട്ടുസൂചി പോലും താഴേക്ക് കൊണ്ടുപോകാൻ പാടില്ല, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന കാര്യം അറിയാത്ത ആളാണോ തന്ത്രി? മറുപടി പറഞ്ഞോട്ടെ. അത് ദേവസ്വം മാനുവൽ പ്രകാരമുള്ള ഒരു ചട്ടമാണ്. അത് എൻഫോഴ്സ് ചെയ്യേണ്ടതും നോക്കേണ്ടതും തന്ത്രി അല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡൊമൈനിൽ വരുന്നതാണ്. ഞാൻ അടുത്ത പറയാൻ പോകുന്നതിന് ഹൈക്കോടതിമാർ എന്നോട് ക്ഷമിക്കട്ടെ. യഥാർത്ഥത്തിൽ ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ശബരിമലയിൽ നിന്നൊരു കാര്യം പോകരുതെന്ന് അറിയേണ്ടത് ദേവസ്വം ബോർഡല്ലേ? യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തത്തിൽ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ ശബരിമല ഉള്ളത്? ഒരു വാദത്തിന് ഞാൻ അത് അംഗീകരിക്കുന്നു. അപ്പോഴും ശബരിമലയിൽ വെച്ച് തന്നെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഇതിൽ ചെമ്പ് തെളിഞ്ഞുവെന്നും ആ മഹസറിൽ തന്ത്രി ഒപ്പിട്ടതും എന്തിനാണ്? ശരി, അതാണ് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഇതെല്ലാം ഭരണപരമായ കാര്യങ്ങളല്ലേ? അല്ല, തന്ത്രി എന്തിനാണ് ഒപ്പിട്ടത്? അപ്പൊ അദ്ദേഹം ഇനി ഭരണപരമായ കാര്യമാകട്ടെ രാഹുൽ, അതൊരു തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് കരുതുക. ഒരു ലെറ്റ് us assume അങ്ങനെയാണെങ്കിൽ തന്ത്രി എന്തിനാ ഒപ്പുവെച്ചത്? അങ്ങനെയാണെങ്കിൽ എന്തിനാ തന്ത്രി ഒപ്പുവെച്ചത്? അത് തന്ത്രി 2019 എങ്ങനെ അറിയും? ശ്രീ ഗോപീഷ്ണൻ ടൈം മെഷീൻ അതല്ല സ്വർണം പൊതിഞ്ഞ ഒരു കാര്യത്തിൽ എങ്ങനെയാ സ്വർണം പൊതിഞ്ഞു എന്നറിയാവുന്ന തന്ത്രി എങ്ങനെയാണ് അത് ചെമ്പ് പാളിയാണെന്ന് പറയുന്നത്? ചെമ്പ് കാണുന്നു എന്ന് എങ്ങനെയാ പറയുന്നത്? തന്ത്രി എങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് എവിടാ കണ്ടത്? അല്ല, അദ്ദേഹം മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട്.
അദ്ദേഹം മാസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡുകാർ കൊടുക്കുന്നതല്ലേ? ദേവസ്വം ബോർഡിന്റെ അപ്പൊ ശബരിമലയിലുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന് അറിയില്ലേ? തന്ത്രി ഒപ്പിട്ട് കൊടുക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം. രാഹുൽ, ശബരിമലയിലെ ഒരു കാര്യവും അറിയാത്ത വളരെ നിഷ്കളങ്കനായിട്ടാണ് തന്ത്രി കണ്ഠരര് രാജീവർ അവിടെ നിന്നതെന്നാണോ താങ്കൾ പറയുന്നത്? ദേവസ്വം ബോർഡ് എന്ത് പറയുന്നു? അത് തിരിച്ചു ചോദിക്കാം. ഞാൻ തിരിച്ച് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, നാളെ പൂജാ കാര്യങ്ങളിലോ ആചാര കാര്യങ്ങളിലോ ഒരു വീഴ്ചയുണ്ടായി, അതിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ മെമ്പർമാരോ ഏതെങ്കിലും രീതിയിൽ ഉത്തരവാദികളാണോ? ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ ശബരിമലയെ നല്ല രീതിയിൽ നടത്തുകയാണ്. ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ, വാജിവാഹനം ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്ഷേത്ര തന്ത്ര സമുച്ചയത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതറിയുന്ന ആളാണല്ലോ തന്ത്രി. അങ്ങനെയാണെങ്കിൽ ഏത് ആചാര പാലനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വാജിവാഹനം സ്വീകരിച്ചത്? അവിടെയാണ് തന്ത്രി വാജിവാഹനം സ്വീകരിച്ചത് പോലെ പല അമ്പലങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങളിൽ കാലദേശ വ്യത്യാസങ്ങളുണ്ട്. അല്ലല്ല, വാജിവാഹനം സ്വീകരിക്കാൻ തന്ത്രിയെ പ്രാപ്തനാക്കുന്നത് എന്താണ്? എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ്? ദേവസ്വം ബോർഡുകാർ റിക്വസ്റ്റ് ചെയ്തു, തന്ത്രിയുടെ വളരെ വിചിത്രമായ ന്യായീകരണം രാഹുൽ. ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് ചെയ്യുന്നു, തന്ത്രി അത് സ്വീകരിക്കുന്നു. അതാണ് അജയ് തറയിൽ പറഞ്ഞത്. രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു തന്ത്രി കണ്ഠരര് രാജീവർ വാജിവാഹനം കൊടുത്തപ്പോൾ. അദ്ദേഹത്തിന് അറിയില്ലേ? ഒരു നിലപാടായിട്ട് വെച്ചോട്ടെ. അതായത് തന്ത്രിയെ പരസ്യ പരിപാടിയിൽ റിക്വസ്റ്റ് ചെയ്തു, തന്ത്രി മേടിച്ചു, വിവാദം ഉണ്ടായപ്പോൾ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അല്ല തന്ത്രി എന്താ ചെയ്യേണ്ടത്? രണ്ടാം ഭാഗത്തിലേക്ക് ക്ലൈമാക്സിലേക്ക് നമുക്ക് വരാം. വാജിവാഹനം നിലപാടല്ലേ? ഈ എന്തൊക്കെ കള്ളക്കഥകളാണ് പറഞ്ഞിരുന്നത്? തന്ത്രി കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് വിറ്റു. യഥാർത്ഥത്തിൽ തന്ത്രിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചതാ. തന്ത്രിക്ക് അതിൽ നിന്ന് എന്ത് മെറ്റീരിയൽ ബെനിഫിറ്റാ ഉണ്ടാകുന്നത്? തന്ത്രിക്ക് അതിൽ എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? അത് അന്വേഷിക്കണം രാഹുൽ. തന്ത്രിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? ചിതലരിച്ചു എന്ന് പറഞ്ഞ് 71 സ്ഥാപിച്ച ഈ കൊടിമരം 2017 മാറ്റണമെന്ന് പറഞ്ഞതിൽ താല്പര്യമുണ്ടായിരുന്നോ? വാജിവാഹനം അവിടെ നിന്ന് വാങ്ങുന്നതിൽ താല്പര്യമുണ്ടായിരുന്നോ? അഷ്ടദിക്പാലകന്മാരുടെ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നോ? ഈ കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് രാഹുൽ. വൈ ഡിഡ് യു ഒബ്ജക്ട് ടു ദാറ്റ്? ആര് ഒബ്ജക്ട് ചെയ്യുന്നു? ആ പരിശോധന യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കാനും മോശം ലൈറ്റിൽ കാണിക്കാനുമാണ് എന്ന് അരിയാഹാരം കാണിക്കുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങളുടെ എല്ലാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകില്ല രാഹുൽ. അത് പ്രത്യേകതരം അരിയാഹാരം കഴിക്കേണ്ടി വരും. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകില്ല. കാരണം വിജിലൻസ് കോടതി രാഹുൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു, ഇതിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാജ മഹസറിൽ ഒപ്പുവെച്ച തന്ത്രിക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നു. വാജിവാഹനം ഏറ്റുവാങ്ങിയതിലും ഈ കട്ടളപ്പാളിയുടെ കാര്യത്തിലുമൊക്കെ തന്ത്രിയുടെ പങ്ക് സംശയിക്കപ്പെടുന്നു എന്നാണ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.